ഉൽപ്പത്തി അധ്യായം 38. അക്കാലത്ത് യൂദാ തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്നു പേരായ ഒരു അതുല്ലാംകാരൻ്റെ അടുത്തേക്ക് പോയി. അവിടെ അവൻ ഷൂവ എന്നു പേരായ ഒരു കാനാൻകാരൻ്റെ മകളെ കണ്ടു. അവളെ ഭാര്യയായി സ്വീകരിച്ച് അവളോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. യൂദാ അവന് ഏർ എന്ന് പേരിട്ടു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവനെ അവൾ ഓനാൻ എന്ന് വിളിച്ചു. അവൾ വീണ്ടും ഗർഭിണിയാവുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു. അവനെ അവൾ ഷേല എന്ന് വിളിച്ചു. അവൻ ജനിക്കുമ്പോൾ യൂദാ കെസീബിലായിരുന്നു. തൻ്റെ കടിഞ്ഞൂൽ പുത്രനായ ഏറിന് യൂദാ ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു. അവളുടെ പേര് താമാർ എന്നായിരുന്നു. എന്നാൽ യൂദായുടെ കടിഞ്ഞൂൽ പുത്രനായ ഏർ കർത്താവിൻ്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു. കർത്താവ് അവനെ മരണത്തിനിരയാക്കി. അപ്പോൾ യൂദാ ഓനാനെ വിളിച്ചു പറഞ്ഞു, നിന്റെ സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക. സന്തതി തൻ്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തൻ്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി. അപ്പോൾ യൂദാ തൻ്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു, എൻ്റെ മകൻ ഷേല വളരുന്നതുവരെ നിന്റെ പിതാവിൻ്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക. അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യൂദാ ഭയപ്പെട്ടു. താമാർ തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. കുറേ നാൾ കഴിഞ്ഞ് യൂദായുടെ ഭാര്യ ഷൂവായുടെ മകൾ മരിച്ചു. ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തൻ്റെ സുഹൃത്ത് അതുല്ലാംകാരൻ ഹിറായുടെ കൂടെ തിമ്നായിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി. നിന്റെ അമ്മായിയപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിമ്നായിലേക്ക് പോകുന്നുണ്ട് എന്ന് ആളുകൾ താമാറിനോട് പറഞ്ഞു. ഷേലായ്ക്ക് പ്രായമായിട്ടും തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ലെന്ന് കണ്ട് താമാർ തൻ്റെ വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് ദേഹമാകെ മറച്ച് തിമ്നായിലേക്കുള്ള വഴിയിൽ യനയീം പട്ടണത്തിൻ്റെ വാതുക്കൽ ചെന്നിരിപ്പായി. മുഖം മൂടിയിരുന്നതുകൊണ്ട് അവളൊരു വേശ്യയാണെന്ന് യൂദാ വിചാരിച്ചു. വഴിവക്കത്ത് അവളുടെ അടുത്ത് എന്ന് അവൻ പറഞ്ഞു, വരൂ, ഞാൻ നിന്നെ പ്രാപിക്കട്ടെ. തൻ്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല. അവൾ ചോദിച്ചു, അങ്ങ് എനിക്ക് എന്ത് പ്രതിഫലം തരും? അവൻ പറഞ്ഞു, ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം. അവൾ ചോദിച്ചു, അതിനെ കൊടുത്തയക്കുന്നത് വരെ എന്തുറപ്പാണ് എനിക്ക് തരിക? അവൻ ചോദിച്ചു, ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത്? അവൾ പറഞ്ഞു, അങ്ങയുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും. അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു. അവൾ അവിടെ നിന്ന് പോയി തൻ്റെ മൂടുപടം മാറ്റി വിധവാവസ്ത്രം ധരിച്ചു. താൻ ഈടുകൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ യൂദാ അതുല്ലാംകാരനായ സ്നേഹിതൻ്റെ കയ്യിൽ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. എന്നാൽ അവൻ അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു, യനയീമിലെ വഴിവെക്കിലിരുന്ന വേശ്യ എവിടെ? അവർ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു വേശ്യയില്ല. അവൻ തിരിച്ചു ചെന്ന യൂദായോട് പറഞ്ഞു, അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്ന് അവിടുത്തുകാർ പറയുകയും ചെയ്തു. യൂദാ പറഞ്ഞു, സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചു കൊള്ളട്ടെ. നമ്മെ ആരും പരിഹസിക്കരുതല്ലോ. ഞാൻ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു, എന്നാൽ നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകളായ താമാർ വേശ്യാവൃത്തി നടത്തിയെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്നും യൂദാ കേട്ടു. അവൻ പറഞ്ഞു, അവളെ പുറത്തിറക്കി ചുട്ടുകളയുക. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ
അവൾ തൻ്റെ അമ്മായിയപ്പന് ഒരു സന്ദേശം അയച്ചു. ദയചെയ്ത് ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടേതെന്ന് കണ്ടുപിടിക്കുക. ഇവയുടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത്. അവ തൻ്റേതാണെന്ന് യൂദാ സമ്മതിച്ചു. അവൻ പറഞ്ഞു, എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ. ഞാൻ അവളെ എൻ്റെ മകൻ ഷേലായിക്ക് ഭാര്യയായി കൊടുത്തില്ലല്ലോ. പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല. അവൾക്ക് പ്രസവ സമയമടുത്തു. അവളുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങളായിരുന്നു. പ്രസവ വേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കൈ പുറത്തേക്ക് നീട്ടി. ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞ് സൂതികർമ്മിണി അവൻ്റെ കയ്യിൽ ചുവന്ന ഒരു ചരട് കെട്ടി. പക്ഷേ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു. അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. നീ തന്നെത്താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ പേരസ് എന്ന് വിളിച്ചു. പിന്നീട് കയ്യിൽ ചുവന്ന ചരടുമായി അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേറഹ് എന്ന് പേരിട്ടു. Chapter 38. About that time Judah parted from his brothers and pitched his tent near a certain Adulamite named Hira. There he met the daughter of a Canaanite named Shua, married her, and had relations with her. She conceived and bore a son whom she named Again she conceived and bore a son whom she named Onan. Then she bore still another son whom she named Shelah. They were in Chizib when he was born. Judah got a wife named Tamar for his firstborn But Judah's firstborn, greatly offended the Lord, so the Lord took his life. Then Judah said to Onan, Unite with your brother's widow in fulfillment of your duty as brother-in-law, and thus preserve your brother's line. Onan, however, knew that the descendants would not be counted as his, so whenever he had relations with his brother's widow, he wasted his seed on the ground to avoid contributing offspring for his brother. What he did greatly offended the Lord, and the Lord took his life too. Thereupon Judah said to his daughter-in-law Tamar, Stay as a widow in your father's house until my son Shelah grows up, for he feared that Shelah also might die like his brothers. So Tamar went to live in her father's house. Years passed, and Judah's wife, the daughter of Shua, died. After Judah completed the period of mourning, he went up to Timnah for the shearing of his sheep in company with his friend Hira the Adulamite. When Tamar was told that her father-in-law was on his way up to Timnah to shear his sheep, she took off her widow's garb, veiled her face by covering herself with a shawl, and sat down at the entrance to Enaim, which is on the way to Timnah, for she was aware that although Shelah was now grown up, she had not been given to him in marriage. When Judah saw her, he mistook her for a harlot, since she had covered her face. So he went over to her at the roadside, and not realizing that she was his daughter-in-law, he said, Come, let me have intercourse with you. She replied, What will you pay me for letting you have intercourse with me? He answered, I will send you a kid from the flock. Very well, she said, provided you leave a pledge until you send it. Judah asked, What pledge am I to give you? She answered, Your seal and cord and the staff you carry. So he gave them to her, and had intercourse with her, and she conceived by him. When she went away, she took off her shawl, and put on her widow's garb again. Judah sent the kid by his friend the Adulamite to recover the pledge from the woman, but he could not find her. So he asked the men of the place, Where is the temple prostitute, the one by the roadside in Enaim? But they answered, There has never been a temple prostitute here. He went back to Judah and told him, I could not find her, and besides the men of the place said there was no temple prostitute there. Let her keep the things, Judah replied, otherwise we shall become a laughingstock. After all, I did send her the kid, even though you were unable to find her. About 3 months later, Judah was told that his daughter-in-law Tamar had played the harlot, and was then with child from her harlotry. Bring her out, cried Judah. She shall be burned. But as they were bringing her out, she sent word to her father-in-law, It is by the man to whom these things belong that I am with child. Please verify, she added, whose seal and cord and whose staff these are. Judah recognized them and said,
She is more in the right than I am, since I did not give her to my son Shelah." But he had no further relations with her. When the time of her delivery came, she was found to have twins in her womb. While she was giving birth, one infant put out his hand, and the midwife, taking a crimson thread, tied it on his hand to note that this one came out first. But as he withdrew his hand, his brother came out, and she said, "What a breach you have made for yourself." So he was called Perez. Afterward his brother came out, he was called Zerah.